ഈ സുഹ്റാൻ മംദാനി ജയിച്ചതിന് എന്താണ് ഇത്ര സന്തോഷിക്കാൻ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. അതിനകത്ത് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒരു സ്വാഭാവികമായ മനുഷ്യനെ അയാളുടെ മേലുള്ള എല്ലാ വിദ്വേഷവും നമ്മുടെ ഈ പറയുന്ന വോട്ട് ബാങ്കിൻ്റെ ജാതി കണക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് കരുത്തോടെ കാര്യം പറഞ്ഞ് ജയിച്ചു വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സുഹ്റാൻ മംദാനിയോട് ഇഷ്ടം തോന്നുന്നത്. അല്ലാതെ പുള്ളി ഒരു മോഡൽ മുസ്ലിമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാതൃകാപരമായ സംഗതികളുണ്ടോ എന്നോ ഒന്നുമുള്ള ഒരു വാദം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മുടെ ഷക്കീനായിക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ അയാൾ ഹമാസ് തീവ്രവാദിയാണ്, അയാൾ ISIS തീവ്രവാദിയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അയാൾ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഒരു ക്രൈസ്തവ പുരോഹിതന്മാർ വഴിയിൽ തടഞ്ഞ് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നിർത്തി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹം അതിൽ നിശബ്ദമായി നിൽക്കുന്നതും. അതുകൂടാതെ കഴിഞ്ഞ ദിവസം മറ്റൊരു കാർഡും കണ്ടു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി ന്യൂയോർക്കിൽ അവിടെ നിൽക്കുന്നതും തൻ്റെ അമ്മയുടെ ഹെറിറ്റേജ് ഉണ്ടല്ലോ, അതായത് ഗുജറാത്തി മീര നയ്യാർ എന്ന് പറഞ്ഞ ആ ഒരു ഹെറിറ്റേജിൽ താൻ അഭിമാനിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം അവരുമായി പങ്കുവച്ചതും കണ്ടു. ഇതെല്ലാം കൂടാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജുമാ നമസ്കാരത്തിന് ന്യൂയോർക്കിലെ പള്ളിയിലും പോയി. കാണാം ആ 3 ദൃശ്യങ്ങളും. Let's pray. Spirit of the Lord God, we thank you for who you are, for how you have kept, how you have redeemed, and you have made us aware and thankful for your grace and your mercy. Allahu Akbar. Allahu Akbar. السلام عليكم ورحمة الله وبركاته. وعليكم السلام. Sorry. Who wants food? Come. Come find food. Keep it coming. കണ്ടില്ലേ, ജുമാ നിസ്കരിച്ചു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു, അവിടുത്തെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് എന്താ വിശ്വാസികളോട് പറഞ്ഞത്? ന്യൂയോർക്കിലെ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യർക്കും വേണ്ടിയാണ്. നമ്മളെല്ലാവരും ന്യൂയോർക്കേഴ്സാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. ഈ നാടിൻ്റെ പുരോഗതിയും പരസ്പര സന്തോഷവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ശാന്തമായി അദ്ദേഹം സംസാരിച്ച് മടങ്ങി. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു സോഷ്യൽ ഡെമോക്രാറ്റാണ്, എന്നാൽ മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയില്ല. ഞാനിത് പറഞ്ഞത് 2 കാറ്റഗറി ആളുകളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, കുറച്ച് മുസ്ലിം പേരുകാരുണ്ട്. അവരിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ചേർന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് CPMൽ ചേർന്നു. പിന്നെ നിർബന്ധമായി അവർ പള്ളിയിൽ പോവില്ല, നിന്നേ മൂത്രം ഒഴിക്കുകയുള്ളൂ. മൂത്രം ഒഴിച്ച് കഴിയില്ല. അവർ പോകാതിരിക്കുന്ന അവരുടെ ഈ പറയുന്നത് അവരുടെ വിശ്വാസമില്ലായ്മ കൊണ്ടൊന്നുമല്ല. അങ്ങനെ പോയാൽ അവർക്ക് വേറെന്തെങ്കിലും സംഭവിക്കുമോ, അവരെ ആ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാക്കുമോ? എന്നാൽ അവർക്ക് വീടുകളിൽ വോട്ട് പിടിക്കുമ്പോൾ മുസ്ലിം എണ്ണത്തിലാണ് അവർ പിടിക്കുന്നത്. അവിടെ അവർ അത്യാവശ്യമുള്ള ന്യായങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടി ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യൂല. പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ കയറാത്ത ആളുകളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്തോ ഒരു കടുത്ത വൈരാഗ്യമോ പകയോ പോലാണ്. എന്നാൽ അവർ വിജയിക്കുന്നതിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് ഈ മതം വേണം, അതിനോടൊപ്പം നിൽക്കണം. ഇതൊരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ഒരാൾ നിസ്കരിക്കുകയോ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ പേരുകൊണ്ടോ വിശ്വാസം കൊണ്ടോ അങ്ങനെ ആയിപ്പോയാൽ അയാളെ വർഗീയവാദ മുദ്രകുത്തി അമ്പലത്തിൽ പോവുകയോ എന്തെങ്കിലും ചെയ്താൽ അയാളെ ഒന്നെങ്കിൽ സുഡാപ്പിയാക്കി അല്ലെങ്കിൽ സംഘിയാക്കി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്കി മുദ്രകുത്തി അയാളെ പഴിച്ച് അതിന് വേണ്ടി ആവേശം കണ്ടെത്തുന്നവർ. ഈ 2 കാറ്റഗറി ആളുകളുടെ മുന്നിലാണ് സുഹ്റാൻ മംദാനി ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഈ മനുഷ്യനോടൊരു ഇഷ്ടമുണ്ട്. അത് ഇഷ്ടം തന്നെയാണ്.